ഈശോയിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ, ഈശോ നന്നേ ദിവസത്തെ ഓർത്ത് നമുക്ക് നന്ദി പറയാം. മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 48-ാമത്തെ വചനത്തിൽ ഇങ്ങനെ വായിക്കുകയാണ്. മലയിലെ പ്രസംഗത്തിൽ ഈശോ പറയുന്ന വലിയൊരു കാര്യമുണ്ട്. നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവ് പരിപൂർണനായിരിക്കുന്നത് പോലെ നിങ്ങളും പരിപൂർണരായിരിക്കുവിൻ. നല്ല തമ്പുരാൻ നമ്മുടെ ജീവിതത്തെ ആഗ്രഹിക്കുന്നത് പരിപൂർണതയിലെത്തിയൊരു ജീവിതമായിട്ടാണ്. സ്വർഗസ്ഥനായ പിതാവിനെ പോലെ ദൈവസന്നിധിയിൽ പൂർണ്ണതയിലെത്തി വ്യാപരിക്കാൻ, സ്വർഗരാജ്യത്തിൽ വ്യാപരിക്കാനായി ഈശോ നമ്മളെ ക്ഷണിക്കുമ്പോൾ നമ്മൾ ഈ നോമ്പുകാലത്ത് നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ നോക്കുകയാണ്. സ്വർഗീയ പിതാവിൻ്റെ പരിപൂർണതയിലേക്കുള്ള യാത്രയിൽ ഒരുപാട് കുറവുകൾ, അപൂർണതകളുള്ള ഒരു ജീവിതം നമുക്കുണ്ട്. നമ്മുടെ ചിന്തകളിൽ, നമ്മുടെ വാക്കുകളിൽ, നമ്മുടെ പ്രവൃത്തികളിൽ ദൈവിക പരിപൂർണതയിലെത്താൻ പറ്റാത്ത വിധത്തിൽ തിന്മയുടേതായ പല ചാച്ചലുകളുണ്ട്. നമ്മൾ ഈ കാലഘട്ടത്തിൽ തിരിച്ചറിയുകയാണ്. നമ്മളിലേക്ക് നോക്കുന്ന ഈ നോമ്പ് കാലഘട്ടത്തിൽ ഈശോയുടെ കുരിശച്ചിന്തിയ തിരുരക്തത്തിൻ്റെ വലിയ ശക്തിയാൽ, അവൻ്റെ കുരിശുമരണത്തിൻ്റെ അനന്ത യോഗ്യതയാൽ ഈശോയെ എൻ്റെ ജീവിതത്തിലെ അപൂർണതകളുടെ വഴികളിലേക്ക് അങ്ങൊന്ന് കടന്നു വന്ന് എന്നെ സ്വർഗത്തിൻ്റെ പൂർണ്ണതയിലേക്ക് എത്തിച്ചേർക്കാൻ കൃപ ചൊരിയണമേ എന്ന് നമുക്കിന്ന് പ്രാർത്ഥിക്കാം. ഈശോയുടെ വലിയ ആഗ്രഹമാണ്